Hello guys, welcome to mfc-creations. ഇപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പോസ്റ്റുകൾ ഫെച്ച് ചെയ്യാനുള്ള API ആണ് എഴുതിയത്. ഓക്കെ, ഈ വീഡിയോയിൽ നമുക്കൊരു സ്പെസിഫിക് പോസ്റ്റ് ഫെച്ച് ചെയ്യാനുള്ള API ആണ് എഴുതാൻ പോകുന്നത്. സപ്പോസ് ഇവിടെ നമ്മൾ എല്ലാ APIസും ഫെച്ച് ചെയ്തു, അതിൻ്റെ ഐഡിയും ടൈറ്റിലും മാത്രം എടുത്തു. ഇനി ഞാൻ ID 6 എന്ന് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 6 ID ഉള്ള പോസ്റ്റ് മാത്രം എടുത്താൽ മതി. ഇത് അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസ് എടുക്കണം. ഡിസ്ക്രിപ്ഷൻ, യൂസർ ID, അതുപോലെ തന്നെ യൂസർ ID അല്ല, ആ യൂസർ ഫുൾ ഡീറ്റെയിൽസ് അതിൻ്റെ കൂടെ എടുക്കണം. ഓക്കെ, ഇതിന് വേണ്ടിയിട്ടുള്ള API ആണ് നമ്മൾ ഇന്ന് എഴുതാൻ പോകുന്നത്. അതിനാദ്യം നമുക്ക് ഒരു റൗട്ട് എഴുതണം. സോ പോസ്റ്റ് റൗട്ടിൽ പോവാം. ഞാൻ ഇതേ റൗട്ട് കോപ്പി ചെയ്തു, ഇതിന് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഇതൊരു ഗെറ്റ് API ആണ്. സോ ഇതിൻ്റെ കൂടെ നമ്മൾ ആ പോസ്റ്റിൻ്റെ ID കൂടെ പാസ് ചെയ്യണം. സോ അത് ഞാൻ പാരംസിലാണ് കൊടുക്കുന്നത്. സോ ഇവിടെ പാത്തിന് ശേഷം ഞാൻ ID കൂടെ കൊടുത്തു. ഓക്കെ, അതുപോലെ ഇവിടെ ഓത്ത് മിഡിൽ വെയർ ഉണ്ട്. ഇവിടെ ഫെച്ച് പോസ്റ്റിന് പകരം ഫെച്ച് പോസ്റ്റ് ബൈ ID എന്ന് കൊടുത്തു. ഓക്കെ, ഇനി നേരെ കൺട്രോളിലോട്ട് പോവാം. ഇവിടെ ഈ ഫെച്ച് പോസ്റ്റിൻ്റെ അതേ ഫംഗ്ഷൻ ഞാൻ കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്തു. സോ ഇതിന് പകരം ഫെച്ച് പോസ്റ്റ് ബൈ ID എന്നായി കൊടുത്തു. ഓക്കെ, ഇവിടെയും ഫെച്ച് പോസ്റ്റിന് പകരം ഫെച്ച് പോസ്റ്റ് ബൈ ID. ഈ ഫംഗ്ഷൻ നമുക്ക് സർവീസിൽ ക്രിയേറ്റ് ചെയ്യണം. ദെൻ ഇതിലോട്ട് നമ്മുടെ ID റൗട്ടിൽ നിന്ന് വരുന്ന ID ഇവിടെ പാസ് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ഡോട്ട് പാരാംസിലാണ്. സോ റിക്വസ്റ്റ് ഡോട്ട് പാരാംസ് ഡോട്ട് ID എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി നേരെ നമ്മുടെ സർവീസ് ഫയലിലോട്ട് പോവാം. ഇവിടെ ഈ സെയിം ഫംഗ്ഷൻ ഞാൻ കോപ്പി ചെയ്തു. ഓക്കെ, ഫെച്ച് പോസ്റ്റിന് പകരം ഫെച്ച് പോസ്റ്റ് ബൈ ID. ഇതൊരു ID എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ടൈപ്പ് സ്ട്രിങ് ആണ്. ഓക്കെ, ഇത് അറേ അല്ല റിട്ടേൺ ചെയ്യുന്നത്, ഒരു സിംഗിൾ പോസ്റ്റാണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടെ ഫൈൻഡ് ഓളിന് പകരം നമുക്ക് യൂസ് ചെയ്യുന്നത് ഫൈൻഡ് വൺ എന്ന് പറയുന്നൊരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, ഞാനിവിടെ ആട്രിബ്യൂട്ട്സ് എടുത്ത് ഒഴിവാക്കി. ഈ Sequelize നമുക്ക് വേർ എന്ന് പറയുന്നൊരു മെത്തേഡ് തരുന്നുണ്ട്. ഈ വേറിൽ നമുക്ക് ഇഷ്ടമുള്ള കണ്ടീഷൻ കൊടുക്കാം, ഏത് ഫീൽഡായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ID ആണ് കൊടുക്കേണ്ടത്. ആ IDക്ക് മാച്ച് ആവുന്ന റിസൾട്ടാണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ഈ വേറിനകത്ത് ID എടുക്കുക, ID കോളൻ നമ്മളിനി പാസ് ചെയ്യേണ്ട ID. ഞാനിവിടെ ഈ ഫംഗ്ഷനിലോട്ട് പാരാമീറ്റർ ആയിട്ട് നൽകിയ ID ആണ് എനിക്കിവിടെ കൊടുക്കേണ്ടത്. സോ രണ്ടും ഒരു ഫീൽഡ് ആയതുകൊണ്ട് ചുമ്മാ ID മാത്രം കൊടുത്താൽ മതി. ഓക്കെ, സോ സ്റ്റിൽ ഇവിടെ എറർ ഉണ്ട്. അതിന് കാരണം ഇത് മേ ബി ഇതിൻ്റെ റിസൾട്ട് നള്ളാവാം. ഓക്കെ, ഈ ID പോലെ ഞാനൊരു 100 എന്ന് പറയുന്ന ID കൊടുത്തു. ആ 100 എന്ന് പറയുന്ന IDയിലൊരു പോസ്റ്റ് അല്ലെങ്കിൽ ഇത് റിട്ടേൺ ചെയ്യുന്ന നള്ളാണ്. സോ നമ്മളിവിടെ പോസ്റ്റ് ആട്രിബ്യൂട്ട്സിൻ്റെ കൂടെ ഒന്നെങ്കിൽ ഇത് പോസ്റ്റ് ആട്രിബ്യൂട്ട്സ് റിട്ടേൺ ചെയ്യും, അല്ലെങ്കിൽ ഇത് നള്ള് റിട്ടേൺ ചെയ്യും. ഓക്കെ, ഇപ്പോൾ നമ്മുടെ എറർ പോയി. ഓക്കെ, ഇനി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമ്മുടെ API കൊടുക്കുക, ലോക്കൽ ഹോസ്റ്റ് 3000/API/post. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ ഫെച്ച് ചെയ്യേണ്ട പോസ്റ്റിൻ്റെ ID കൂടെ കൊടുക്കണം. സോ ഞാനിവിടെ 8 എന്ന് കൊടുത്തു. സോ എനിക്ക് ഇവിടെ കാണാം പോസ്റ്റ് ഫെച്ച് ചെയ്തു, അതിൻ്റെ കൂടെ 8 എന്ന് പറയുന്ന ID ഉള്ള ഒരു പോസ്റ്റ് മാത്രം എനിക്കിവിടെ കിട്ടിയുള്ളൂ. ഓക്കെ, അതിൻ്റെ കൂടെ എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട്. സോ അതിന് കാരണം നമ്മൾ ആട്രിബ്യൂട്ട്സ് ഒന്നും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, സോ നമുക്കിവിടെ കാണാം ഇപ്പോൾ യൂസർ ID എന്നും പറഞ്ഞിട്ട് യൂസർ ID ആണ് ഇവിടെ കിട്ടുന്നത്. അതിന് പകരം നമുക്ക് യൂസർ എന്നും പറഞ്ഞിട്ട് ഈ 20 എന്ന് പറയുന്ന ID ഉള്ള ആ യൂസറുടെ ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് വേണം. സോ ഓക്കെ, അതിന് അപ്പോൾ നമ്മൾ നോർമലി SQL ചെയ്യുമ്പോൾ നമ്മൾ SQL ജോയിൻസ് ചെയ്യാറുണ്ട്. ഈ ജോയിൻസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് Sequelize തരുന്നൊരു മെത്തേഡാണ് ഇൻക്ലൂഡ് എന്ന് പറയും. ഓക്കെ, ഈ ഇൻക്ലൂഡിനകത്ത് നമുക്ക് ഏത് മോഡലായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് അത് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ഇവിടെ ഒബ്ജക്റ്റ് അല്ല അറേയാണ് വരിക. അതിനകത്തൊരു ഒബ്ജക്റ്റ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് മോഡൽ എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഏത് മോഡലായിട്ടാണ് ജോയിൻ ചെയ്യേണ്ടത് അത് കൊടുക്കുക. സോ ഞാനിവിടെ യൂസർ മോഡലായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. സോ യൂസർ എന്ന് കൊടുത്തു, ദെൻ സേവ് ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ ഈ API ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കിവിടെ കാണാം യൂസർ ID ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ യൂസർ എന്ന് പറയുന്ന വേറൊരു ഒബ്ജക്റ്റ് കൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അതിൽ ID ഉണ്ട്, ഇമെയിൽ, നെയിം, പാസ്വേഡ് എല്ലാം തരുന്നുണ്ട്. സോ ഇവിടെ നമുക്ക് IDയും ഇമെയിലും നെയിമും മാത്രം റിട്ടേൺ ചെയ്താൽ മതി. സോ അതിന് നമുക്ക് ഇവിടെ ആട്രിബ്യൂട്ട്സ് കൊടുക്കുന്ന പോലെ തന്നെ ഈ ഇൻക്ലൂഡിലും ആട്രിബ്യൂട്ട്സ് കൊടുക്കാൻ പറ്റും. സോ മോഡലിന് ശേഷം ആട്രിബ്യൂട്ട്സ് എന്ന് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട ഫീൽഡുകളും കൊടുക്കാം, ID, നെയിം, ദെൻ ഇമെയിൽ. ഓക്കെ, ഇനി സേവ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ ഹിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഡാറ്റ കിട്ടി. അതിൻ്റെ കൂടെ യൂസർ IDയും നെയിമും ഇമെയിലും മാത്രമേ ഇപ്പോൾ റിട്ടേൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ഇനിയിപ്പോൾ ഞാനിതില്ലാതെ വേറെ ഏതെങ്കിലും ഒരു ID കൊടുത്തു വിചാരിക്കാം. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഡാറ്റ നള്ളായിരിക്കും. ഓക്കെ, ഞാനതൊന്നുകൂടെ ഫെച്ച് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ഈ യൂസർ എന്ന് പറയുന്ന ഈ ഒബ്ജക്റ്റിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപ്സിലാണ് വരുന്നത്. സോ നമുക്ക് സ്മോൾ ലെറ്റർ ആക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂസർ മോഡിലോട്ട് പോകുക. അവിടെയാണ് നമ്മൾ അസോസിയേഷൻസ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്.
ഇതിൻ്റെ കൂടെ ഒരു ഏലിയാസ് കൂടെ കൊടുക്കുക, ആസ് ഏത് ഫീൽഡായിട്ടാണ് വരേണ്ടതെന്നുള്ളത്. സോ നമുക്കിവിടെ യൂസർ എന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ദെൻ ഇനി നമ്മുടെ പോസ്റ്റ് സർവീസിൽ പോയിട്ട് ഇവിടെ ഈ മോഡൽ കൊടുത്തതിൻ്റെ കൂടെയും ഏലിയാസ് കൊടുക്കാം. ഓക്കെ, ആസ് യൂസർ സെയിം ഏലിയാസ് തന്നെ ഇവിടെയും കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഇത് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം യൂസർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ് കൂടെ ഇതിൻ്റെ കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ പറയുന്നുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.